കാസർഗോഡ് ജില്ലയിൽ എക്സൈസിൽ ജീവനക്കാർ കുറവ് എന്ന വാർത്തയാണ് വരുന്നത്. പട്രോളിംഗ് ഡ്യൂട്ടിക്ക് പോലും ആളില്ലെന്നാണ് പരാതി. നിലവിലെ ഡ്യൂട്ടിയിൽ നിന്ന് ചെക്ക് പോസ്റ്റുകളിലേക്ക് ഉദ്യോഗസ്ഥരെ താൽക്കാലികമായി മാറ്റി നിയമിച്ചതും പ്രതിസന്ധിയാവുകയാണ്. അങ്ങനെ ആധുനിക സംവിധാനങ്ങൾ എക്സൈസിൽ നടപ്പിലാക്കാത്തതും ലഹരിക്കേസുകളിലെ പ്രതികൾ ഉൾപ്പെടെ രക്ഷപ്പെടാൻ കാരണമാകുന്നെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അരുൺ പാറക്കലാണ് ആ വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നത്. അരുൺ, അല്ലെങ്കിൽ തന്നെ നമുക്ക് പരിമിത സൗകര്യങ്ങളാണ് എക്സൈസിലൊക്കെ. അപ്പോൾ പരിമിത സൗകര്യങ്ങൾ വെച്ചുള്ള പോരാട്ടമാണ്. അതിൻ്റെ കൂടെ ഉള്ള ഉദ്യോഗസ്ഥരെ തന്നെ മാറ്റി വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകുക എന്നൊക്കെ പറയുന്നത് ആ മിഷന് ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതാവില്ലായിരുന്നു. തന്നെയാണ് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച്. കാസർഗോഡ് പ്രധാനമായും അതിർത്തി ജില്ലയാണ്. പ്രത്യേകിച്ച് ഈ കർണാടകയോട് അത്രത്തോളം അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയാണ്. കർണാടകയിൽ നിന്ന് പല ഭാഗങ്ങളിലൂടെയും, അതായത് തലപ്പാടി ചെക്ക് പോസ്റ്റ് മാത്രമല്ല, സുള്ളിയ ഭാഗമുണ്ട്, അതുപോലെ തന്നെ പാണത്തൂർ ഭാഗങ്ങളിലൂടെ ഒക്കെ ഇങ്ങോട്ടേക്ക്, അതായത് കാസർഗോഡ് ജില്ലയ്ക്കകത്തേക്ക് കേരളത്തിലേക്കൊക്കെ ഈ ലഹരി എളുപ്പത്തിൽ എത്തിക്കാൻ സാധിക്കും. അതുമാത്രമല്ല, ചില ഊടുവഴികളൊക്കെ ഉണ്ട്. ഈ ആളുകൾക്ക്, ഈ ലഹരിക്കടത്ത് സംഘങ്ങൾക്ക് മാത്രം അറിയാവുന്ന ചില ഊടുവഴികളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പെട്രോളിംഗ് ഡ്യൂട്ടിക്ക് ആളെ നിയോഗിക്കണം. പക്ഷേ അതിന് മാത്രമുള്ള എക്സൈസ് ജീവനക്കാർ ഇപ്പോൾ ഇല്ല എന്നാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ സമ്മതിക്കുന്നത്. ഇപ്പോൾ കെമു എന്ന് പറയുന്ന ഒരു സംവിധാനം എക്സൈസിൽ അത് തുടങ്ങിയിട്ടുണ്ട്. കേരള എക്സൈസ് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റ് ആണ്. ആ യൂണിറ്റിലേക്ക് കൂടി 2 യൂണിറ്റിലേക്ക് കൂടി ആളുകളെ നിയോഗിച്ചു. അതായത് നിലവിലുള്ള ഡ്യൂട്ടിയിൽ നിന്നാണ് അവിടേക്ക് ആളുകളെ നിയോഗിച്ചത്. പുതിയ ഉദ്യോഗസ്ഥരൊന്നും തന്നെ റിക്രൂട്ട് ചെയ്ത് എടുത്തിട്ടില്ല. അങ്ങനെ ആളുകളെ നിയോഗിച്ചതോടുകൂടി തന്നെ ഇവിടെ ആളില്ലാത്ത സ്ഥിതിയായി. നിലവിൽ ആദൂർ പെർള ചെക്ക് പോസ്റ്റുകളിലാണ് ഈ ഡ്യൂട്ടി ചെയ്യുന്നത്, കെമു ഡ്യൂട്ടി ചെയ്യുന്നത്. അവിടേക്ക് കൂടുതൽ ആളുകളെ നിയോഗിച്ചതോടുകൂടി മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ആളുകളുടെ ഒരു എണ്ണം അത് കുറഞ്ഞുപോയി. അത് വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധിക്ക് കാരണമാകുന്നുവെന്ന് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ NH-66 ആണ്. NH-66ലേക്ക് ഈ തലപ്പാടി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് NH-66ൽ കയറി കഴിഞ്ഞാൽ പിന്നീട് വാഹനങ്ങളൊന്നും തന്നെ നിർത്താതെ പോകുന്നുണ്ട്. എക്സൈസ് സംഘമൊക്കെ ഈ തലപ്പാടി ഭാഗത്ത് എക്സൈസിന് സ്ഥിരമായൊരു ചെക്ക് പോസ്റ്റ് സംവിധാനമുണ്ട്. അത് പഴയ റോഡായിരുന്നെങ്കിൽ എളുപ്പത്തിൽ വാഹനത്തിന് മുൻപിൽ എക്സൈസിനെ കൈകാണിച്ച് വാഹനങ്ങളൊക്കെ തന്നെ നിർത്തി തടയാമായിരുന്നു. പക്ഷേ NH-66 അതിവേഗ പാതയായതിനാൽ അവിടേക്ക് കയറി നിന്ന് വാഹനങ്ങൾ തടയാൻ സാധിക്കുന്നില്ല. ഈ ചെറിയ വാഹനങ്ങളൊക്കെ എക്സൈസിന്റെ കണ്ണുവെട്ടിച്ച് ലഹരിക്കടത്ത് വ്യാപകമാക്കുന്നു എന്നാണ് എക്സൈസ് സംഘം പറയുന്നത്. എന്തായാലും ഓണക്കാലത്തെ വ്യാപകമായ പരിശോധനയുണ്ടായിരുന്നു. 100-ലധികം അബ്കാരി കേസുകളും അതുപോലെ തന്നെ 40ഓളം NDPS കേസുകളുമൊക്കെ എക്സൈസ് സംഘം പിടിച്ചെടുത്തു. പക്ഷേ അവർക്ക് പരിമിതിയുണ്ട്. പോലീസിന്റെ പോലുള്ള ഒരു ആധുനിക സംവിധാനങ്ങൾ അവർക്കില്ല എന്നാണ് എക്സൈസ് സംഘം പറയുന്നത്. അതുപോലെ തന്നെ പ്രതികൾ രക്ഷപ്പെടാനും ഇത് കാരണമാകുന്നു എന്നും പറയുന്നുണ്ട്. എന്തായാലും ഉദ്യോഗസ്ഥരെ ഒരു വിടവ് അത് നികത്തണമെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഹാഷ്മി, അനുജ, ക്രിസ്റ്റീന. അതെ, അതാണ് ഹാഷ്മി. ഇപ്പോൾ ഈ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ പരിമിതി ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നേരത്തെ ഹാഷ്മി പറഞ്ഞല്ലോ ഉറവിടത്തിലേക്ക് ചെല്ലുന്നതിനെ കുറിച്ചൊക്കെ. ഇതെല്ലാം തടസ്സമാണ്. അപ്പോൾ സർക്കാർ വലിയൊരു ഡ്രൈവ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും ഇത്തരം കാര്യങ്ങളൊക്കെ പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാസർഗോഡ് അതിർത്തി ജില്ലയാണ്. അപ്പോൾ പല കടന്നു വരുന്ന സ്ഥലം, അവിടുന്ന് ഇവിടുന്നൊക്കെ കടന്നു വരേണ്ട സ്ഥലമാണ്. അപ്പോൾ അവിടെ എന്താണ് ഒരു സത്വര ശ്രദ്ധ ആ ജില്ലകൾക്കെങ്കിലും കൊടുക്കേണ്ട കാലം അനിവാര്യമാണ്. അത്രത്തോളം ഗ്രൗണ്ടിൽ, അത്രത്തോളം ആഴത്തിൽ, കുട്ടികൾക്കിടയിൽ, സ്കൂളുകൾക്കിടയിലൊക്കെ വല്ലാത്ത ഒരു, നമ്മുടെ ആ തീം സോങ്ങിൽ പറയുന്ന പോലെ വല്ലാത്തൊരു കെട്ടകാലം എന്ന് തന്നെ പറയാവുന്ന കാലമാണ്. അപ്പോൾ ആ കാലത്ത് കുറച്ചുകൂടി ജാഗ്രത ഉദ്യോഗസ്ഥർ കാര്യത്തിലും അനിവാര്യതയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.